എന്താണ്? ലോകത്തെ നോക്കിക്കാണുക എന്ന് പറയുമ്പോൾ തലച്ചോറിന്റെ വളർച്ചയെ ശാസ്ത്രജ്ഞന്മാർ നാലായി വിഘടിപ്പിച്ചുകൊണ്ട് പറയുന്നു. ഒന്നാമത്തെ ഘട്ടം ജനനം മുതൽ 3 വയസ്സുവരെയുള്ള ഘട്ടമാണ്. രണ്ടാമത്തെ ഘട്ടം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടം 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഘട്ടമാണ്. പിന്നെ 12 വയസ്സ് മുതൽ ജീവിതാവസാനം വരെയുള്ള ഘട്ടമാണ്. ഈ ഘട്ടങ്ങളിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഘട്ടം ജനിച്ചത് മുതൽ 3 വയസ്സ് വരെയുള്ള ഘട്ടമാണ് എന്ന് ന്യൂറോ സയന്റിസ്റ്റുകൾ നമ്മളോട് പറയുന്നു. ജനിച്ചത് മുതൽക്കല്ല, ശരിക്ക് നേരത്തെ പറഞ്ഞതുപോലെ 24ാമത്തെ ആഴ്ച മുതൽ. ആ സമയത്ത് സത്യത്തിൽ തലച്ചോറ് ദ്രുതഗതിയിൽ വളരുന്ന ഘട്ടമാണ്. ആ വളർച്ചയിൽ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്റെ ചുറ്റുപാടുകൾ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജീവിക്കാൻ പോകുന്ന ലോകം എങ്ങനെയുള്ളതാണ് എന്ന് പഠിക്കുകയാണ് ആ കുട്ടി. ആ സമയത്ത് കുട്ടി ഇങ്ങോട്ട് പ്രതികരിക്കുന്നില്ല ഒന്നും. എന്നാൽ കുട്ടിക്ക് വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ കിട്ടിയ വിവരം കുട്ടി ശേഖരിച്ചു വെക്കുകയാണ് ഈ സമയത്ത്. ആ ശേഖരിച്ചു വെച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 3ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ഏകദേശം വളർച്ചയെത്തിയ തലച്ചോറ്, ഏകദേശം 3ാമത്തെ വയസ്സാകുമ്പോൾ തന്നെ കുട്ടിയുടെ തലച്ചോറിന് 1170 ഗ്രാം ഭാരമുണ്ടാകും. ഈ സമയമാകുമ്പോഴേക്ക് കുട്ടി നേടിയെടുത്ത അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സിനാപ്സുകളുടെ അടിസ്ഥാനത്തിൽ വളർന്നു വന്ന തലച്ചോറ്, ആ തലച്ചോറ് തനിക്ക് ഉള്ളൊരു ലോക വിവരം, അടിസ്ഥാന ധാർമ്മികത രൂപപ്പെടുത്തുന്നു. ആ അടിസ്ഥാന ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് പിൽക്കാലഘട്ടത്തിലെ കുട്ടിയുടെ ജീവിത നിലപാടുകളും പ്രതികരണങ്ങളുമെല്ലാം നിശ്ചയിക്കപ്പെടുന്നത്. ഈ അടിസ്ഥാന ധാർമ്മികതയുടെ വളർച്ച 6ാമത്തെ വയസ്സുവരെ ഏകദേശം തുടരുന്നു. 6ാമത്തെ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഈ കിട്ടിയ അറിവിനെ തന്റെ ചുറ്റുപാടുകളുമായി സംവേദനം ചെയ്ത് പഠിക്കുകയാണ് കുട്ടി. അഥവാ പിന്നെ പ്രതികരണം, 3ാമത്തെ വയസ്സ് മുതൽ പ്രതികരണം തുടങ്ങി. 6ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ബോധപൂർവമായ പ്രതികരണം ആരംഭിച്ചു. തനിക്ക് 6 വയസ്സുവരെ ലഭിച്ച വിവരങ്ങളെ തന്റെ ചുറ്റുപാടുമുള്ള പ്രതികരിക്കാൻ കഴിയുന്ന ആളുകളുമായി പ്രതിപ്രവർത്തിപ്പിച്ച് പഠിക്കുകയാണ് കുട്ടി 12ാമത്തെ വയസ്സുവരെ. 12ാം വയസ്സെത്തിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടിയുടെ ധാർമ്മികത, തലച്ചോറിന്റെ അടിസ്ഥാന ധാർമ്മികത ഏകദേശം കോൺക്രീറ്റ് ആയിത്തീരുകയും പിന്നെ ആ ധാർമ്മികത പ്രകാരം കുട്ടി പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോഴാണ് സമൂഹവും പാരന്റ്സുമെല്ലാം തിരിച്ചറിയുന്നത് ഇവൻ ഏത് രൂപത്തിലുള്ളയാളാണ് എന്ന്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, 3 വയസ്സുവരെയുള്ള സമയത്ത് അവന്റെ അച്ഛനും അമ്മയും അവനെ മടിയിലിരുത്തിക്കൊണ്ട് കണ്ടതെന്തൊക്കെയാണോ കേട്ടതെന്തൊക്കെയാണോ, അവന്റെ മടിയിലിരുത്തിക്കൊണ്ട് അവർ നടത്തിയ സംഭാഷണങ്ങൾ എന്തൊക്കെയാണോ, അവരുടെ സംവേദനങ്ങൾ എന്തൊക്കെയാണോ, അവനെ മടിയിലിരുത്തിക്കൊണ്ട് അവർ പോയ സ്ഥലങ്ങൾ ഏതൊക്കെയാണോ,
അവന് അവനും അവരും കൂടി ഇടപഴകിയ ചുറ്റുപാടുകൾ എന്തൊക്കെയാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയുടെ അടിസ്ഥാന ധാർമ്മികത രൂപപ്പെടുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനിടക്ക് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനിലെ ചില ബിഷഗ്വരന്മാർ, ചില ഗവേഷകന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ക്യാമ്പയിനിന് രൂപം നൽകി. ആ ക്യാമ്പയിനിന് അവർ നൽകിയ തലക്കെട്ട് ആന്റി ടി വി ക്യാമ്പയിൻ എന്നായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് നെറ്റിൽ ഗൂഗിളിലെല്ലാം പോയി ആന്റി ടി വി ക്യാമ്പയിൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ രംഗത്ത് സ്റ്റേറ്റ്സിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ നൽകുന്ന വിവരണങ്ങളും ലഭിക്കും. അവർ പറഞ്ഞത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ മടിയിലിരുത്തി, മാതാക്കളോടാണ് പ്രത്യേകം അവർ പറഞ്ഞത്, നിങ്ങളുടെ മക്കളെ മടിയിലിരുത്തി 3 വയസ്സ് വരെയുള്ള സമയത്ത് നിങ്ങൾ സ്ഥിരമായി ടെലിവിഷനിൽ ആക്ഷൻ ത്രില്ലറുകൾ കാണുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു തരാം ആ കുട്ടി ആന്റി സോഷ്യലായി തീരുമെന്ന്. നിങ്ങളുടെ മക്കളെ മടിയിലിരുത്തി നിങ്ങൾ സ്ഥിരമായി ഇമ്മോറലായ രംഗങ്ങൾ, ലഗ്നതയും അർദ്ധനഗ്നതയും കാണുമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു തരാം നിങ്ങളുടെ ആ കുട്ടി ഇമ്മോറലായി തീരുമെന്ന്. ഇത് പറയുന്നത് മതവിശ്വാസികളല്ല, മതമില്ലാത്ത അമേരിക്കയിലെ സൈക്കാട്രിക് അസോസിയേഷന്റെ ആളുകളാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ ആയിത്തീരുമെന്ന് പറയുന്നത്? കാരണം മറ്റൊന്നുമല്ല, 3 വയസ്സ് വരെയുള്ള സമയത്ത് കുട്ടിയുടെ തലച്ചോർ ഉണ്ടാവുകയാണ്. ആ ഉണ്ടാകുന്ന തലച്ചോറിൽ തന്നെ അടിത്തറ, ആ ഉണ്ടാകുന്ന തലച്ചോറിന്റെ തന്നെ അടിത്തറ ഇതെല്ലാം ആയിത്തീരുകയാണ്. അപ്പോൾ പ്രശ്ന പരിഹാരത്തിന് അവൻ അറിഞ്ഞ മാർഗം കലാപത്തിന്റെ മാർഗമാണ്. അവന്റെ മുന്നിൽ നിന്ന് അവൻ കണ്ടറിഞ്ഞ മാർഗം, ആസ്വാദനത്തിന്റെ മാർഗം അവൻ കണ്ടറിഞ്ഞത് ഈ രൂപത്തിലുള്ള മാർഗങ്ങളാണ്, അധാർമികതയുടെ പാതയാണ്. ഇതിന്റെ ഈ ഒരു ബേസിലാണ് ആ കുട്ടി പിന്നെ ലോകത്തെ കാണുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നൊരു മനഃശാസ്ത്ര ശാഖയുണ്ട്. ട്രാൻസാക്ഷൻ ആൻഡ് അനാലിസിസ് എന്നാണ് അതിന് പറയുക. വിനിമയാപഗ്രഥനം എന്ന് മലയാളത്തിൽ പറയാം. ട്രാൻസാക്ഷൻ ആൻഡ് അനാലിസ്റ്റുകൾ പറയുക, നമ്മളെല്ലാവരും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് നാം നമുക്ക് വേണ്ടി എഴുതിയൊരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. നാം അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതം ഒരു നാടകമാണെങ്കിൽ നമ്മൾ തന്നെ എഴുതിയൊരു സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ക്രിപ്റ്റ് നാം ആദ്യമായി എഴുതുന്നത് നമ്മുടെ 3-ാമത്തെ വയസ്സിലാണ്. 3-ാമത്തെ വയസ്സ് മുതൽ 6-ാമത്തെ വയസ്സ് വരെ ആ സ്ക്രിപ്റ്റിലെ അക്ഷരത്തെറ്റുകൾ നമ്മൾ തിരുത്തിക്കൊണ്ടിരിക്കും. 6-ാമത്തെ വയസ്സ് മുതൽ ആ സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങൾ മറ്റ് അഭിനേതാക്കളുമായി ചർച്ച ചെയ്ത് 12-ാമത്തെ വയസ്സാകുമ്പോൾ നാം ആ സ്ക്രിപ്റ്റിനെ റീറൈറ്റ് ചെയ്യും. 12-ാമത്തെ വയസ്സിൽ അത് റീറൈറ്റ് ചെയ്യപ്പെട്ടാൽ, 12-ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ അഡോളസൻസ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്, കൗമാരം, അത് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാം അഭിനയിക്കുകയാണ് ആ സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ. ഈ സ്ക്രിപ്റ്റിന്റെ അടിത്തറ, സ്ക്രിപ്റ്റിന് ആവശ്യമായ വിവരങ്ങൾ നമ്മൾ പ്രാഥമികമായി ശേഖരിക്കുന്നത് 3 വയസ്സ് വരെയുള്ള സമയത്താണ്. അഭിനയിക്കാൻ തുടങ്ങുമ്പോഴാണ് ലോകമറിയുക ഈ സ്ക്രിപ്റ്റ് എത്രത്തോളം ഭീഭത്സമാണ്, ഭീകരമാണ് എന്ന്. സ്ത്രീകൾക്ക് കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ,
കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് കുറച്ച് മാവാണ്, കുറച്ച് ഗോതമ്പപ്പൊടി. ആ ഗോതമ്പപ്പൊടി കുഴക്കുന്ന കാലമാണ് 3 വയസ്സ് വരെയുള്ള സമയം. അത് എന്താകണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് കുഴക്കുന്ന സമയത്താണ്. അത് ചപ്പാത്തിയാകണമോ, ഭൂരിയായി തീരണമോ, നെയ്യപ്പമാക്കണമോ എന്ന് തീരുമാനിക്കുന്നത് 3 വയസ്സ് വരെയുള്ള സമയത്താണ്. ആ തീരുമാനപ്രകാരം നമുക്ക് വെള്ളം ചേർക്കാം 3 വയസ്സ് വരെയുള്ള സമയത്ത്. ആ തീരുമാനപ്രകാരം നമുക്ക് എണ്ണ ചേർക്കാം 3 വയസ്സ് വരെയുള്ള സമയത്ത്. ആ തീരുമാനപ്രകാരം നമുക്ക് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം 3 വയസ്സ് വരെയുള്ള സമയത്ത്. അങ്ങനെ 3-ാമത്തെ വയസ്സിൽ ഇങ്ങനെ എന്തൊക്കെ ചേർത്ത് നമ്മൾ എന്താകണമെന്ന് തീരുമാനിച്ച് കുഴച്ചെടുത്ത വസ്തു അതിൽ പിന്നീട് വേണമെങ്കിൽ നമുക്ക് തേങ്ങ ചിരവി ചേർക്കുകയോ അതല്ലെങ്കിൽ അതേപോലെയുള്ള ചില ഇൻഗ്രീഡിയൻസ് കൂട്ടുകയോ ചെയ്യാം 6 വയസ്സ് വരെയുള്ള സമയത്ത്. പിന്നെ 6-ാമത്തെ വയസ്സ് മുതൽ 12-ാമത്തെ വയസ്സ് വരെ നമ്മൾ ചെയ്യുന്നത് ഇതിനെ പരത്തിയെടുക്കലാണ്. കുഴച്ചെടുത്ത മാവിനെ പരത്തിയെടുക്കുക. പരത്തുമ്പോൾ നമുക്ക് തീരുമാനിക്കാം അത് വട്ടത്തിലാകണമോ, ചതുരത്തിലാകണമോ, നക്ഷത്രത്തിന്റെ ആകൃതിയാകണമോ എന്നെല്ലാം തീരുമാനിക്കാം. 12-ാമത്തെ വയസ്സിൽ നമ്മൾ ചുട്ടെടുത്തതിന് ശേഷം അങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞ് ചതുരത്തിലുള്ള ചപ്പാത്തിയെ നമ്മൾ പിന്നെ വട്ടത്തിലാക്കാൻ വേണ്ടി ഇടിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ അത് ആസ്വാദകരമാകണമെങ്കിൽ അത് കൂട്ടി തിന്നാനുള്ള കറി എന്താണോ അത് മാറ്റുക എന്നുള്ളത് മാത്രമേ നിർവാഹമുള്ളൂ. പലപ്പോഴും പേരൻസും സമൂഹവും ഞങ്ങൾ വിചാരിച്ചത് ചതുരത്തിലുള്ള ഭൂരിയായിരുന്നല്ലോ, ഇപ്പൊ ഇതെങ്ങനെയാണ് വട്ടത്തിലുള്ള ചപ്പാത്തി ആയതെന്ന് തിരിച്ചറിയുക 12-ാമത്തെ വയസ്സിലാണ്. അപ്പൊ തുടങ്ങും ഉസ്താദിനെ വിളിക്കലും അധ്യാപകരെ വിളിക്കലും ആ വട്ടത്തിലുള്ള ചപ്പാത്തി ഇടിക്കലും ചതുരത്തിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും ആവൂല. അത് കഴിഞ്ഞു, ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇവിടെയാണ് നമ്മൾക്ക് വളരെ അടിസ്ഥാനപരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത്. ഇനി നമ്മളൊന്ന് തിരിച്ചു ചോദിക്കുക, എന്തേ നമ്മുടെ മക്കൾ ഇങ്ങനെ? നമ്മുടെ മക്കളെ നമ്മൾ നമ്മുടെ മടിയിലിരുത്തി കാണിച്ചു കൊടുത്തത് എന്താണ്? നമ്മുടെ മക്കളെ നമ്മൾ നമ്മുടെ മടിയിലിരുത്തി കേൾപ്പിച്ചത് എന്താണ്? നമ്മുടെ മക്കൾ കാലുമുട്ടി ഇടയുന്ന സമയത്ത് നമ്മളും നമ്മുടെ ഇണയും തമ്മിലുള്ള സംസാരങ്ങളിൽ നിന്ന്, വഴക്കുകളിൽ നിന്ന് മക്കൾ മനസ്സിലാക്കിയെടുത്തത് എന്താണ്? നമ്മുടെ മക്കൾ പിച്ചവെച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കളുമായുള്ള നമ്മുടെ സംഭാഷണങ്ങളിൽ നിന്ന് മക്കൾ മനസ്സിലാക്കിയെടുത്തത് എന്താണ്? നമ്മുടെ മക്കൾ മെല്ലെ മെല്ലെ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തുമായുള്ള നമ്മുടെ കൊള്ളക്കൊടുക്കുകളിൽ നിന്ന് നമ്മുടെ മക്കൾ മനസ്സിലാക്കിയെടുത്തത് എന്താണ്? ഇതാണ് ആ കുട്ടിയുടെ തലച്ചോറ്. ഇതനുസരിച്ചാണ് ആ കുട്ടി ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടി ചെറുപ്പത്തിലെ 3 വയസ്സിന് മുമ്പ് കണ്ട സീരിയലുകളിൽ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ കാര്യം പ്രേമിച്ച പെണ്ണിനെ കൈയടക്കലും അതിനുവേണ്ടി മാതാവോ പിതാവോ ആര് തന്നെ